ഹലോ മലയാളീസ്, കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ 4 പേരും. ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ കടയിൽ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തുടങ്ങിയ നമുക്കൊന്ന് പോയി നോക്കിയാലോ. തുടങ്ങിയ കളിച്ചിരി മാറാത്ത പെണ്ണിവള്, കഥയിലെ ഹൂറി പോൽ ചമഞ്ഞിവള്. കളിച്ചിരി മാറാത്ത പെണ്ണിവള്, കഥയിലെ ഹൂറി പോൽ ചമഞ്ഞിവള്. നാണിച്ചു നിൽക്കുന്ന രോജാവേ, നോക്കി രസിക്കുന്നു മണവാളൻ. നാണിച്ചു നിൽക്കുന്ന രോജാവേ, നോക്കി രസിക്കുന്നു മണവാളൻ. ആ അപ്പോൾ നമ്മള് കാഞ്ഞാറ് പുള്ളിക്കാരൻ റൂട്ടിലാണുള്ളത്. ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയതാണ് വെറുതെ എല്ലാവരും കൂടി. അപ്പോഴാണ് ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയതാണ്. എന്തായാലും ഇവരും നമ്മളോട് അടിപൊളി റൂട്ടാണെന്ന് പറഞ്ഞത്, സൂപ്പർ വൈബുള്ള റൂട്ടാന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാം അല്ലേ? കൂടെ ഉണ്ടാവില്ലേ? ഇതാണ് ഫ്രണ്ട്സ് കാഞ്ഞാറ് പുള്ളിക്കാനം റോഡ്. ഈ റോഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. മറ്റൊന്നുമല്ല, ഞങ്ങളൊരു റെയിൽവേ സ്റ്റേഷൻ കണ്ടു. റോഡരികിൽ വലിയ തീവണ്ടി ബോഗികളോട് നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയത്. ഒന്ന് നോക്കാം. ഞാനേ കാറിലിരുന്ന് കണ്ടപ്പോ റെയിൽവേ സ്റ്റേഷനാണ് ഓർത്തത്. ഈ തീവണ്ടി കയറി യാത്ര ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ. എടാ, ഈ കാണുന്നതാടാ എഞ്ചിൻ. എടാ, ഈ എഞ്ചിനിൽ നിന്ന് പുകയൊന്നും മുന്നിലില്ല. ഒന്ന് പോടാപ്പാ. ക്യാമറ ഇങ്ങനത്തെയാണ് പിടിക്കുന്നത്. റെഡി അല്ലേ? എടാ, ഒരുത്തരം കാണാനില്ല. സലാമവിടെ ഇന്ന് 4 പേരെ ഉണ്ടായില്ല. നമ്മളിപ്പോ നിൽക്കുന്നത് ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ മാറ്റി. റെയിൽവേ സ്റ്റേഷനാണ് ശരിക്കും നമ്മളിപ്പോ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലല്ല, സ്കൂളിലാണ്, സർക്കാർ സ്കൂളിലാണ്. ഇത് ശരിക്കും മൂലമറ്റ സർക്കാർ സ്കൂളാണ്. 7ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് ഇത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് മൂലമറ്റം സർക്കാർ സ്കൂളാണ്. 7ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. ഇതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് ഡിഫറെന്റ് ആണ്. കാരണം വെച്ചാൽ ഓരോ ക്ലാസ്സും ഓരോ ബോഗിയാണ്. അപ്പോൾ ട്രെയിനിന്റെ രൂപത്തിലാണ് ഈ സ്കൂൾ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തവർ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഏതായാലും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ആദ്യം കാണിച്ചു തരാം, ഇതിന്റെ സ്റ്റൈല്. എന്നിട്ട് നമുക്ക് അവരെ പരിചയപ്പെടാം. ഓക്കെ അല്ലേടാ? അത്ര പോലെ ഒന്നും കയറി ക്യാമറയിലേക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ കാണുന്ന ബോഗികൾ ക്ലാസ് റൂം അല്ലേ? തുറക്കാൻ പറ്റില്ല. ഓരോ ക്ലാസ് റൂമും ഡോറാണ്. 5ാം ക്ലാസ് ആണ് ഇത്. കണ്ടാ നമ്മുടെ ക്ലാസ് നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന്റെ അകത്തല്ല പഠിച്ചത്. ഇത് സർക്കാർ സ്കൂളാണ്. നമുക്ക് പിന്നെ പഠിക്കാത്ത ഇതാണ് ബോർഡ്. IHEP-UPS ഇതാണ് വില്ലേജ്. പക്ഷെ ഇവര് ശരിക്കും ഒരു ട്രെയിൻ രൂപത്തിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഫീലാണ് ശരിക്കും ഇവിടെ കാണുന്നത്. സ്ലീപ്പർ ക്ലാസ്. ഇതാണ് ഒറിജിനലി സ്റ്റാഫ് റൂം. ടീച്ചർമാരൊക്കെ ഇരിക്കുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. ടീച്ചർമാരെല്ലാരും ഇതിനകത്ത് സ്റ്റാഫ് റൂമിലാണ്. ഫസ്റ്റ് ക്ലാസ്. ഇതാണ് ഫസ്റ്റ് ക്ലാസ്, ഒറിജിനൽ ഫസ്റ്റ് ക്ലാസ്. ഇതാണ് ഓഫീസ് റൂം, HMന്റെ റൂം. അത് ഫസ്റ്റ് ക്ലാസ് ആയില്ല. ഓഫീസ് റൂം. ഇതിന് വരയുണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് വരച്ചേട്ടാ. ഇത് വരച്ചാലുണ്ടല്ലോ നമുക്കൊരു ശരിക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് സാധാ ഒരു സർക്കാർ സ്കൂളല്ല കേട്ടോ. ഡിജിറ്റലാണ്. ഡിജിറ്റൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഒക്കെ ഉണ്ട്. ഡിജിറ്റലാണ്. അതും ട്രെയിനിന്റെ ആക്കി.
ലഹരി വിമുക്തി വിദ്യാലയം ഇത് വരച്ച കലാകാരനുണ്ടല്ലോ ഒരു ഷെയ്ക്കാൻ്റെ കുടുംബം അത് ഉറപ്പാണ് അത്. നമ്മുടെ കൂടെ ഉണ്ട്. രണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കണം. അവിടെ ഇപ്പൊ ഉണ്ടാവും. ആണോ? അവരൊന്ന് പരിചയപ്പെട്ടാലോ? രണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കണം. അപ്പൊ സ്കൂളിന്റെ ഫ്രണ്ട് വെച്ച എടാ വാടാ, അവരവിടെ ഇപ്പൊ അവരെ പരിചയപ്പെടണ്ടേ? ഞാൻ ഈ ട്രെയിനിന്റെ പടം കളിച്ച ആൾ അവിടെ ഇരിപ്പുണ്ട്. ഞാനും കൂടി ഉണ്ട്. ഞാൻ ക്യാമറ പുറകിലാണ്. എടാ എന്ത് ഭംഗിയാണല്ലോ ഈ സ്ഥലം കാണാൻ. മഞ്ഞും മലയും കുന്നും അതിന്റെ നടുക്കൊരു സ്കൂളും. നല്ല അടിപൊളി സ്ഥലം അല്ലേ? ഇതാ അവരവിടെ ഇരിക്കണം. നമുക്ക് അവരോട് ചോദിച്ചാലോ. പേരെന്താ? അരുൺ. നിങ്ങൾക്ക് ഈ നാട്ടുകാരൻ ആരാ വരച്ചത്? ചേട്ടനാ വരച്ചതിന്റെ പേര്? ഈ ചേട്ടനാണ് നമ്മൾ ഈ കണ്ട ഈ ട്രെയിൻ വരച്ചേക്കണത്. ആ പുറകിൽ കാണുന്ന സ്കൂള് ട്രെയിനിന്റെ രൂപത്തിലാക്കി ഒരു റെയിൽവേ സ്റ്റേഷൻ ആക്കിയ ആളാണിത്. എന്താ ചേട്ടന്റെ പേര്? എൻ്റെ പേര് സുരേഷ്. സുരേഷ്. ഇത് എത്ര ദിവസം എടുത്തു ഇത് വരക്കാൻ? 15 ദിവസം. 15 ദിവസം. 15 ദിവസം എന്ന് പറഞ്ഞാൽ 15 പേരല്ലേ? നിങ്ങൾ 15 പേര് നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചാണ് ഇത് ചെയ്തത്. ഇത് ആരാശിവരുന്നു ഐഡിയ. ഇത് ഞങ്ങളെല്ലാവരും കൂടെ കൂടി തീരുമാനത്തില്ല. എത്ര നാളായി ഇത് വരച്ചിട്ട് ഇങ്ങനെ വരച്ചിങ്ങനെ ഒരു 1.5 കൊല്ലമല്ലേ? ലോക്ക്ഡൗൺ സമയത്തല്ലേ? ഇവിടെ കൊറോണ സമയത്ത് കുട്ടികളുണ്ട് ഇവിടെ? ഇപ്പൊ പിള്ളേർ കുറവാ. ഇപ്പൊ മാനേജ്മെന്റ് സ്കൂൾ വേറെ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നല്ല വിദ്യാഭ്യാസം. ഞാനൊക്കെ പഠിച്ച സ്കൂളായിരുന്നു. ഞാനൊക്കെ പഠിക്കുമ്പോൾ 100-600 പിള്ളേരുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ള ഭാഗ്യം എന്താ അറിയാമോ? നിങ്ങൾ പഠിച്ച സ്കൂള് നിങ്ങൾ ഇതേപോലെ വൃത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റി, മനോഹരമായിട്ട് വരക്കാൻ നിങ്ങൾക്ക് പറ്റി. അതൊക്കെ സ്കൂളായിരുന്നു. അതൊക്കെ പിള്ളേർ കുറയുന്നതനുസരിച്ച് അതല്ലേ അതെ അല്ല ഇപ്പൊ സ്കൂളായിരുന്നു. സ്കൂളാണ്. അവിടെ 2 കളർ അടിക്കാൻ പറഞ്ഞല്ലേ ഈ സ്കൂളിൽ? ഇതേപോലെ ആക്കാനാണ് അവിടെയും പറഞ്ഞത്. പക്ഷെ അവിടെ നിങ്ങൾ വേറെ സ്റ്റൈലാക്കി കളഞ്ഞു. അവിടെ ശരിക്കും നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ആക്കി കളഞ്ഞു. നല്ല റിസൾട്ട് ചെയ്യുന്നു. അത് കുറച്ചും കൂടെ നമുക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ സമയം ഇത് ശരിക്കും സർക്കാർ സ്കൂളാണല്ലേ? അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അതല്ല IHEP എന്ന് പറഞ്ഞാൽ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവരുടെ ഇത് വേണ്ടി പണിതായത്. അവരുടെ ഇതിനു വേണ്ടി പണിതാണ്. അവരുടെ സ്കൂളാക്കിയതാണ്. അവരുടെ സ്റ്റാഫുകളായി താമസിക്കുന്നുണ്ടാവേ എല്ലാവരും. മേളിൽ താമസിക്കുന്ന മേളിലൊക്കെ വീടുകൾ ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് കോട്ടേഴ്സാണ് അങ്ങനെ. അവര് എന്നിട്ട് അത് സ്കൂളാക്കിയതാണ്. അതെ അതെ. ഇതിപ്പോ എത്ര വർഷം പഴക്കമുണ്ടാവും സ്കൂളിൽ? എനിക്ക് തന്നെ 53 വയസ്സാണ്. ചേട്ടനൊക്കെ പഠിച്ച സ്കൂളാണോ? അപ്പൊ ഇതിന്റെ പ്രായം അറിയാം. നിങ്ങളൊക്കെ ഇവിടെ പഠിച്ചാണോ? 69-70 വന്നായിരിക്കും സ്കൂളൊക്കെ. കൊറോണ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു സ്റ്റൈലാക്കി കിട്ടിയിട്ടുണ്ട്, അലക്കിയിട്ടുണ്ട്, എല്ലാവർക്കും അഭിനന്ദനം. എന്തായാലും കാണാൻ പറ്റിയത്. ഓക്കെ, വീണ്ടും കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവരുടെ ഉള്ള ഇതൊക്കെ കഴിഞ്ഞത് സ്കൂൾ പുറകെ കാണുന്നുണ്ട്. കണ്ടോ? 2 സൈഡും നല്ല അടിപൊളി മലയുണ്ട്. രസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വന്ന സമയത്ത് തന്നെ അവരെ കാണാനും പറ്റി. എന്തായാലും നമുക്ക് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വിടാം. ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങള് ഞങ്ങളുടെ കൂടെ തന്നെ കാണും. പോര് പോര് പോര്. അവരെന്താ കൂടെ ഉണ്ട്. പോര് നോക്കിയെടുക്കട്ടെ. അല്ല കാണാണ് കാണുന്നത്. ഞാൻ കണ്ടടാ. റിസ്ക് റൂട്ടായി പോകുന്നേട്ടാ. ഇനി കാണികൾക്കുള്ള നല്ല ഭാരം കൊള്ളിക്കുന്ന കാഴ്ചകളാണ് ഇനി ഉള്ളത്. ഇനി പോകുന്നത് എടാ ഈ കാണുന്ന സ്ഥലമില്ലേ, ഇവിടെ മറ്റേ കട്ടപ്പനയിലെ ഹൃതിക് റോഷനൊക്കെ പിടിച്ച സ്ഥലം. ഈ തേക്കും കാടിനകത്ത് പിടി. ഇത് മറ്റേ രസതന്ത്രം പിടിച്ചത്. മറ്റേ ആ കൂട്ടുകാരന്മാര് മറ്റേ വിഷ്ണു നിക്ഷനൊക്കെ വന്നിട്ട് കളിയാക്കൂലേ? ഈ വളവ് തിരിയുമ്പോഴാണ് ഈ ഷൂട്ട് ചെയ്തേക്കണത്. അതായത് മലയാള സിനിമയിലേ ഉണ്ടല്ലോ ഒരു 20% പടങ്ങൾ ഇവിടെയും ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ വഴിയിലാണ് നല്ല അന്തരീക്ഷയിലുള്ള ഇവിടെ മറ്റേ രസതന്ത്രം ഷൂട്ട് ചെയ്തത്. രസതന്ത്രം